ഹലോ ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് മൈസൂരത്തെ വലീമ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും കൂടി മൈസൂർ പോവുക. അപ്പോൾ എന്താ ഞാൻ ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും കൂടി പോകുക. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നാഷ്ട ആക്കാൻ വേണ്ടിയിട്ട് പെരക്കുന്ന നാഷ്ട എടുത്തിരുന്നു. അപ്പോൾ ഉൺസൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ നാഷ്ട ആക്കാൻ വേണ്ടിയിട്ടിരുന്നത്. നമ്മൾ പെരക്കുന്ന വിടുമ്പോൾ തന്നെ ഒരു 9:30-10 മണി ആയിരുന്നു. മക്കൾക്കെല്ലാം പെരക്കുന്ന നാഷ്ട കൊടുത്ത് നമ്മൾ ഇറങ്ങി. പിന്നെ അവിടുന്ന് എൻ്റെ പെരക്ക് പോയി നെല്ലുരിക്കായിരുന്നു. പെരിയാവട്ടണത്ത് എൻ്റെ പെരക്ക് പോയി അവിടെയും പോയി ചായ കുടിച്ച് അവൻ ചെറുങ്ങനൊക്കെ നാഷ്ട ആക്കി. ചെറുങ്ങനെ തന്നെ ഓരോരോ ഇഡ്ഡലി വാങ്ങി അങ്ങനെ കഴിച്ചല്ലാണ്ട് വളരെ നഷ്ടം തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താക്കി ഓൺസൂർ കഴിഞ്ഞ് നാഷ്ട ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് 12 മണി ആയിരുന്നു. അങ്ങനെ നാഷ്ടാക്കി പിന്നെ നമ്മൾ മൈസൂർ റീച്ചായി. അപ്പം വലിയ ഉണ്ടായത് എൻ്റെ ആമാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെതാണ് കേട്ടോ. അപ്പോൾ അത് ഈ വീടല്ല, അത് വേറൊരു വീട്. അപ്പോൾ അവിടുത്തെ വീട് ഞാൻ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് എല്ലാവരും യൂട്യൂബ് വീഡിയോ ആക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കേണ്ടറിയോ ഓരോരാളും ഓരോരോ പണിയിൽ അങ്ങോട്ട് ബിസിയായി. ഇതാണ് നമ്മൾ സാറുട്ടി അമ്മായി, ഇത് മാളുത്താത്ത. സാറുട്ടി അമ്മ എന്തോ ഗ്രീൻ ടീ കുടിക്കുക. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ആണോ നോക്കാൻ വേണ്ടി ഞാൻ അത് കാണിച്ചതാണ്. ഇതാണ് എൻ്റെ ആമ. അപ്പോൾ ഇത് അമ്മാൻ്റെ അനിയത്തി. അപ്പോൾ അവരൊക്കെ എന്താ ഡെക്കറേഷൻ ആക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ പണിയെടുക്കുമ്പോഴൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ റൂം കാണിക്കും. ആ റൂമിൽ 2 ആൾക്കാരുണ്ടായിരുന്നു. അവർ വേണ്ട വീഡിയോയിൽ വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു മുഖം മാറ്റിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ പറഞ്ഞാൽ ആ റൂമിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു ഫോണുണ്ട്. ഈ വീട്ടിലത്തെ താത്താൻ്റെ മാപ്പിളക്കൊരു മരത്തിൻ്റെ അങ്ങനത്തെ വുഡിൻ്റെ അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ വിൽക്കുന്നത്. ഇതൊക്കെ കച്ചവട സാധനങ്ങൾ താഴെ വാഗണ്ടിൽ വുഡിത്തെ. അപ്പോൾ അവർ ഒരു ഷോപ്പ് തന്നെ ഉണ്ട്, വലിയ ഷോപ്പാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടുത്തെ 2 ഫോണുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഫോണ് കാണിക്കുക, ഫോണൊക്കെ നല്ല ഇതൊക്കെ നല്ല റീച്ച് വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണൊക്കെ അവർ പീടികയിൽ കിട്ടുന്ന ഫോണാണ്. ഇത് മൈസൂർ. ഞാൻ ഇതിൻ്റെ കാർഡ് ഇട്ടുതരാം. ആരെങ്കിലും മൈസൂർ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കാണാനും വാങ്ങാനൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി ആ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യണേ. ഇതാണ് എൻ്റെ ആമ. ഞാൻ വീഡിയോ അടിക്കുമ്പോൾ ഫോണിൽ വാക്കുറിയും പോലെയൊക്കെ പണ്ടത്തെ ഫോൺ ഇങ്ങനെ തന്നെ ആയിരുന്നു തോന്നല്ലോ. നമ്മൾ ടി വിയിലൊക്കെ കാണലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരത്തെ കാണുന്ന ആദ്യമായിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാനും കുറേയൊക്കെ നോക്കി. ഇത് 2 ഫോണുണ്ട് ഈ വീട്ടിൽ. പക്ഷെ നല്ല രസമാണ്. ആദ്യത്തെ ഫോൺ ഇങ്ങനെ നമ്പർ നമ്മൾ ഇപ്പോൾ ഫോണിൽ തന്നെ നമ്പർ ഇങ്ങനെ ബട്ടൺ പ്രസ് ചെയ്യலாம். പക്ഷെ ഇത് തിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ച് നോക്കി ഇതെങ്ങനെയാണ് തിരിച്ച നമ്പർ. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുറുണ്ട്. സാറുട്ടി അമ്മ ഏതാ വാക്ക്. സാറുട്ടി അമ്മ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ കേൾപ്പിച്ചു തരാം അല്ലേ. അപ്പോൾ ഈ അമ്മായി ആണെങ്കിൽ എല്ലായിടത്തും വേഗം ക്ലോസ് ആവും കേട്ടോ. വർത്തമാനത്തിൽ എല്ലാത്തിനും നല്ല ഇഷ്ടമാവില്ലായിരിക്കും. ഹലോ, ഇവിടെ യൂട്യൂബർ വന്നിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കസിനും കൂടിയാണ്. ഞാൻ ലാൻഡ് ഫോണെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കറക്കിയിട്ട് നല്ല ഹാപ്പിയായ യൂട്യൂബർ. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ അവരെ വാക്കൊക്കെ കഴിഞ്ഞത് നമ്മൾ അവിടുന്ന് വേറൊരു വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ വാക്ക് പറഞ്ഞ അമ്മായി ഉണ്ടല്ലോ ഫോണിൽ, ആ അമ്മായിൻ്റെ ഹസ്ബൻഡാണ് നിൽക്കുന്നത്. ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ നിന്ന് ചോദിക്കുക വീഡിയോ പിടിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വാക്ക് പറയാം. അപ്പോൾ നമ്മൾ അവിടുന്ന് അടുത്ത പേരാണെന്നുണ്ടെങ്കിൽ അമ്മാൻ്റെ സിസ്റ്ററിൻ്റെ പേർക്ക് പോയി. അപ്പോൾ അവിടുന്ന് കുറേ ഒന്നും പോകാനില്ല. കുറച്ച് നമ്മൾ വന്നത് മെയിനായിട്ട് ഫാൻസി വാങ്ങാനായിരുന്നു. മോൾക്ക് കുറച്ച് സാധനം വാങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നത് കേട്ടോ. ഇതാണ് അടുത്ത വീട്. ഇതൊരു സിസ്റ്ററിൻ്റെ വീടാണ്. നമ്മൾ സാധനം സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നിട്ട് പക്ഷേ അവിടെ നിന്ന് തോന്നി ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ അവിടെ ഇരിക്കണം. നമ്മൾ പോകുമ്പോൾക്ക് മക്കളൊന്നും കൊണ്ടുപോയിട്ടില്ല. അവിടെ ഇരുന്ന് ഉമ്മാവും മക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും മാറ്റൽ പരിപാടി. നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ഏകദേശം ഒരു 5 മണി ആയിരുന്നു തോന്നുന്നു. 6-7 മണി ആകുമ്പോൾ എല്ലാവരും മണ്ഡപത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും മാറ്റലൊക്കെ തുടങ്ങി. നമ്മൾ വരുമ്പോൾ തിന്നില്ലേ, ആ തിന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എല്ലാവരും മാറ്റാനൊക്കെ പോയിരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത്. അതുകൊണ്ടാണ് ഈ വീട്ടിലത്തെ ആൾക്കാരെ എനിക്ക് വീഡിയോയിലെടുക്കാൻ പറ്റാത്തത്. എനിക്ക് വീഡിയോയിലെടുക്കാൻ പേടിയാണ്. അവരെന്താ വിചാരിക്കുക, അവർക്ക് ഇഷ്ടമുണ്ടോ താല്പര്യം ഉണ്ടോ എന്നും കൂടി അറിയണമല്ലോ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ പോയിട്ട് എടുത്ത വീഡിയോ ആണ് മക്കളെന്നെ വിട്ട്. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് 6-7 മണി ആയിരുന്നു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ എല്ലാവരും പോവുക, മണ്ഡപത്തേക്ക് പോയി കഴിഞ്ഞ് ബാക്കിയുള്ള വിശേഷങ്ങൾ മണ്ഡപത്തതും കാണിക്കാം. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് കുറച്ചും കൂടി വീഡിയോ പിടിക്കാൻ കുറച്ച് വീഡിയോ കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ പിടിച്ചത്. മോന് ഓടുക, കുറച്ച് അങ്ങോട്ടോടും പിന്നെ അങ്ങോട്ട് വീണത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടോയെന്ന് ശരിക്കും അറിയില്ല. ചിലപ്പോൾ കാണിക്കുമായിരിക്കും. ഇങ്ങനെ ഓടി വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓടുക, അവിടുന്ന് ഇങ്ങോട്ട് ഓടുക എന്നെങ്കിൽ പിന്നെ വീണതിൻ്റെ ശേഷമാണ് ഓൻ കൈ പിടിച്ച് സമാധാനത്തിൽ നടക്കാൻ തുടങ്ങിയത്. മക്കളങ്ങനെയാണല്ലോ. കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേണ്ട കട്ടയായിരിക്കും.
കുരുത്തക്കേട് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാലായിരിക്കും അവർക്ക് ആ വേദന അറിയാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കൈ ഒതുങ്ങും, പിന്നെ വീണ്ടും അവരെ കുരുത്തക്കേട് തുടങ്ങും. എന്താ കണ്ട അടുത്ത കുരുത്തക്കേട് കണ്ട. അപ്പോൾ അതുപോലെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മളങ്ങോട്ട് പോയി. അന്ന് ഈ മൈസൂരിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് ഈ കർക്കിടത്തിൻ്റെ എന്തോ ഫംഗ്ഷനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് 2-3 ദിവസം. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ്സാണിത്. കുറേ കച്ചവടക്കാരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മൈസൂർ ബാംഗ്ലൂരൊക്കെ ഫുൾ ആളും ബഹളം ലൈറ്റിങ്സൊക്കെ ആണല്ലോ. മൈസൂർക്ക് പോകാനും ബാംഗ്ലൂർ പോകാനും എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിരിക്കും ലൈറ്റിങ്സൊക്കെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മണ്ഡപത്തേക്ക് എത്തി. മണ്ഡപത്തിൽ നമ്മളും തോന്നുന്നു ഫസ്റ്റ് വന്ന് തന്നെ വെറും കുടുംബക്കാർ മാത്രമേ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് പിന്നെയാണ് കുറച്ചൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതാ ഫുള്ള് ചേര് കംപ്ലീറ്റ് ആയിട്ട് കാലി കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻസും അങ്ങനെ പിടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ടുള്ളവരെല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് കമൻറ്റ് അറിയിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ പെണ്ണും ചെക്കനും മാസ് എൻട്രി കൊടുത്തിട്ട് അപ്പോൾ ആ എൻട്രി ഞാൻ ഇതിൽ പിടിച്ചിട്ടില്ല. എന്താ പറഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു, പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ നല്ല വെൽക്കമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഇതാ പെണ്ണ് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇനി പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് പെണ്ണിനും ചെക്കനും കൂട്ടിയിട്ട് പോകും. അതാണ് അവരെ വലിയ. അപ്പോൾ ഇതാ ഇതിലടുത്ത തൊട്ട് തന്നെ പെണ്ണിൻ്റെ ആൾക്കാരെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്ന ചടങ്ങ്. ഓരോ സ്ഥലത്തും ഓരോ ചടങ്ങുകളായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ പെണ്ണിൻ്റെ ഭാഗത്തെ ആൾക്കാരൊക്കെ അത് അവർ വെൽക്കം ചെയ്യുന്നു. പെണ്ണിൻ്റെ ഭാഗത്തെ ആൾക്കാരെന്നെ തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് പെണ്ണിനും ചെക്കൻ്റെ കറക്കൊക്കെ കഴിഞ്ഞു, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് പെണ്ണിനും ചെക്കനൊക്കെ കണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വാക്കുമോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ മൈസൂരിൽ പ്രത്യേകത ഉണ്ടെങ്കിൽ നല്ല ഐറ്റംസ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് തന്നെ അവർ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തന്നത് ചിക്കൻ റോള്, അങ്ങനെ കുറച്ച് പിന്നെ ചില്ലി കറി, അങ്ങനെ സോസ് കറി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ ചിക്കൻ റോളൊക്കെ ഇട്ട് കടിച്ച് തിന്നൊക്കെ കണ്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ റോളൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് വരിക, ബിരിയാണി. അപ്പോൾ മക്കളൊക്കെ കഴിക്കാൻ പോകുന്നു. ഉപ്പ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്ന ആൾക്കാരൊക്കെ നമ്മളൊക്കെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മളിരുന്നു. മോന് വലിയ ആളെ മാതിരിക്ക് ചിക്കൻ റോളൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ ചിക്കൻ റോളൊന്നും തിന്നിട്ടില്ല. ചിക്കൻ റോള് കഴിഞ്ഞാണിക്കതാ ചോറ് വന്നു. നല്ല മട്ടൻ ബിരിയാണിയാണ്. അപ്പം അങ്ങനെ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മൊബൈൽ തിരിച്ചും മറിച്ചൊക്കെ പിടിച്ച കാരണം എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ചോറിക്കുന്ന സമയത്തായത് കൊണ്ട് വെപ്രാളത്തിലാണ്. മോനിക്ക് വാരി കൊടുക്കണം, മോൻ തിന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം മോളിഞ്ഞും കഴിച്ചില്ല. അതാ മോള് എല്ലാത്തിലും ലേറ്റാണ്, ഭയങ്കര സ്ലോ ആയിട്ട് തിന്നു. അപ്പോൾ ഈ സെക്ഷൻ എന്താ പാൻപീട, ജ്യൂസ്, ഫ്രൂട്ട് സലാഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, ഐസ്ക്രീം. അപ്പോൾ അത് തിന്നാൻ മോളെ കാത്തിരിക്കുന്നു. എന്നിട്ട് അവൾ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ തിന്നാൻ പോയത്. ഞാൻ ഐസ്ക്രീം അങ്ങനത്തെ ഒന്നും തിന്നിട്ടില്ല. ഞാൻ പാൻപീട തിന്നാൻ പോയത്. പാൻപീട ഉണ്ടെങ്കിൽ ബെത്തലിൻ്റെ സാധനമല്ലേ, അത് തിന്നാൻ പോയത്. അപ്പോൾ മോന് മക്കളൊക്കെ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡൊക്കെ തിന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് പാൻപീട മാത്രം തിന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയിട്ട് നമ്മൾ പാൻപീടൊക്കെ തിന്ന്. അപ്പോൾ ഇവരെ ഒലിമക്കും മംഗളത്തിനൊക്കെ പോയ ഒരു പൊതി കിട്ടും. ആ പൊതി ഇതാ നമ്മൾ അക്ബർ കീശയിൽ ഫുള്ള് നിറച്ച് വെച്ചിട്ടാണ് ഫസ്റ്റ് ആദ്യം കിട്ടിയിട്ടുള്ള. എന്നിട്ട് രണ്ടാമതും കൂടി ചോദിച്ച് വാങ്ങിച്ചിട്ട് 2 കീശയിലും ഫുള്ളാക്കി വെക്കുക. അപ്പോൾ അത് പറഞ്ഞിട്ട് എല്ലാവരും ചിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ അതാ മോള് ഐസ്ക്രീം തിന്നു, ഞാൻ ആ പാൻപീട തന്നെ സാധനമാണ് തിന്നത്. അപ്പോൾ അങ്ങനെ ഉപ്പാക്ക് ഒരു പൂമാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ ആൾക്കാർക്ക് അവർ പൂമാലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അതെനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിലത്തെ ലാസ്റ്റത്തെ മംഗലമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ആൾക്കാരൊക്കെ ഒന്ന് ബഹുമാനത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നേരെ കൊടുന്ന് ഉപ്പ മോൻ്റെ അടുത്ത് കൊടുത്തിരുന്നു. മോനത് കൗത്തൂരിട്ട് നടക്കുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാവരും ബാക്കെല്ലാം പറഞ്ഞ് നമ്മൾ ഉറക്ക തൂങ്ങി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് കുറച്ച് വീഡിയോ കൂടി പിടിച്ചിട്ട് നമ്മൾ പോകാനും ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോ കൂടി പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ നമ്മുടെ സാറുട്ടി അമ്മായി ഇതാ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത്. ഈ ആൾക്ക് വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അവർക്ക് ഞാൻ പോകുമ്പോൾ പോലും എന്നോട് പറഞ്ഞ് നിൻ്റെ വീഡിയോക്ക് വേണ്ടി നമ്മൾ കാത്ത് കിട്ടുന്ന ആളെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോരാത്ത മക്കൾക്ക് പരീക്ഷ ടെസ്റ്റൊക്കെയാണ്, സ്കൂള് ടെസ്റ്റ്, മദ്രസയിൽ പരീക്ഷ. അപ്പോൾ ആ ഒരു കുറച്ച് അതിൽ ബിസിയായിപ്പോയി. അപ്പോൾ അങ്ങനെ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നും കൂടി പറയാണ്, പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ചെറിയ യൂട്യൂബിൽ ഇടല്ലേ മോളേന്നും പറഞ്ഞതാ ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.